കണ്ണൂർ കായലോട്ടിൽ സദാചാര ഗുണ്ടായിസം നടന്നെന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്തിന്റെ മൊഴി. ഒരു സംഘം മർദ്ദിച്ചെന്നും ഫോൺ തട്ടിയെടുത്തെന്നും റഹീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മർദ്ദിച്ചതിനും ഫോൺ തട്ടിയെടുത്തതിനും പോലീസ് കേസെടുക്കും. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, കഴിഞ്ഞ ദിവസം അച്ഛന്റെ മൊഴിയും ഇത്തരത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സുഹൃത്തിന്റെ നിർണായകമായ മൊഴി വന്നിരിക്കുന്നത്. അവിടെ സദാചാര ഗുണ്ടായിസം നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള മൊഴി വന്നിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സുഹൃത്തിന്റെ മൊഴിയിലുള്ളത്? തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് യഥാർത്ഥത്തിൽ അന്ന് സദാചാര ഗുണ്ടായിസം തന്നെ നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾ ചേർന്ന് തന്റെ വാഹനത്തിൽ തടഞ്ഞു നിർത്തുകയും അവിടെ നിന്ന് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ മരിച്ച യുവതിയുടെ ആത്മഹത്യ ചെയ്ത ആ യുവതിയുടെ ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നിരവധി ആളുകൾ ചേർന്നാണ് തന്നെ തടഞ്ഞു നിർത്തിയത്. അതിനുശേഷം ചോദ്യം ചെയ്യുകയും പിന്നീട് മണിക്കൂറുകളോളം മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം ആണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. അതിനിടയിൽ തന്നെ തന്റെ ഫോണും ടാബ്ലറ്റും ഉൾപ്പെടെയുള്ളവ തട്ടിയെടുത്തു. നിരന്തരമായി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അറിയേണ്ടത് നേരത്തെ അറസ്റ്റ് ചെയ്ത ആളുകൾ, ഈ 3 SDPI പ്രവർത്തകർ, അവരുടെ പേരുകൾ അല്ലെങ്കിൽ അവരെ ഈ യുവാവ് തിരിച്ചറിയുമോ എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞതുപോലെ കൃത്യമായി ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം നടന്നിട്ടുണ്ട്, മോറൽ പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്ന യുവാവും ശരിവെക്കുകയാണ്. അമ്മയുടെ ആരോപണം കൃത്യമായി, യുവതിയുടെ അമ്മയുടെ ആരോപണം കൃത്യമായി ഈ യുവാവ് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ ഏത് രീതിയിലാണ് ഇവർ പരിചയപ്പെട്ടത്? 3.5 വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു പരിചയപ്പെട്ടത്. പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു തരത്തിലും സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായ ഒപ്പം തന്നെ ഈ യുവതിക്ക് കേക്കുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തന്റെ സഹായം തേടാറുണ്ട്. അത്തരത്തിൽ കേക്കുകൾ എത്തിക്കാനും മറ്റും താൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സഹായത്തിന്റെ ഭാഗമായാണ് കായലോട് എത്തിയത്, അല്ലാതെ മറ്റു ബന്ധങ്ങളില്ല. അത്തരത്തിൽ എത്തിയപ്പോഴാണ് ഈ സംഘം തന്നെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് വിചാരണ നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മൊഴിയായി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘം ചേർന്ന് ആക്രമണം നടത്തുകയും വിചാരണ നടത്തുകയും ചെയ്തതിലും ഒപ്പം തന്നെ മൊബൈൽ ഉൾപ്പെടെയുള്ളവ തട്ടിയെടുത്ത സംഭവത്തിലും കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ മാതാവ് നൽകിയ പരാതി, അതിൽ കൃത്യമായി പറയുന്നത് തന്റെ മകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഒപ്പം സ്വർണവും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി. അതിൽ ഏതെങ്കിലും രീതിയിൽ സത്യമുണ്ടോ, എങ്ങനെയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ യുവാവിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ പണമിടപാട് നടന്നിട്ടില്ല എന്ന മൊഴിയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും മൊഴിയെടുപ്പിന് ശേഷം തലശ്ശേരി ASP PB കിരൺ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റ് നടപടികളിലേക്കാണ് പോവുക. ഏതായാലും പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതോ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും രാവിലെ ഹാജരായ റയീസ് ഇപ്പോഴും പിണറായി പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ശരി സരീഷ, ആദ്യം പോലീസിന്റെ, പിന്നീട് പിതാവിന്റെ, അതിനുശേഷം ഇപ്പോൾ ഈ കേസിൽ ഹാജരായിരിക്കുന്ന സുഹൃത്തിന്റെ അടക്കമുള്ള മൊഴികളാണ് വന്നിരിക്കുന്നത്. സദാചാര ഗുണ്ടായിസം നടന്നെന്ന് പറയുന്ന മൊഴികളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സരീഷ് പി ക്കാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.